നമസ്കാരം ട്രേഡേഴ്സ്, എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. ഫിനാൻഷ്യൽ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ഇന്ന് നടന്നത്. വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഫിനാൻഷ്യൽ നിഫ്റ്റിയിലോ ബാങ്ക് എക്സിലോ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലോ മറ്റുള്ള ഒരു ഇൻഡെക്സിലും കണ്ടില്ല. ഡ്രമാറ്റിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഇന്ന് കണ്ടത് ഇന്ത്യ വിക്സിലാണ്. ഇത്ര ഉയർന്നു നിൽക്കുന്ന ഇന്ത്യ വിക്സ് ഇന്നും ഒരു 4% സ്പൈക്ക് ചെയ്ത് 24 എന്ന നിലയിലാണ് എത്തി നിൽക്കുന്നത്. ഇതിനു മുമ്പുണ്ടായ ലോക്സഭ ഇലക്ഷൻ സമയത്ത് ഉണ്ടായ ഇന്ത്യ വിക്സിൻ്റെ ഒരു 30ൻ്റെ ഓൾമോസ്റ്റ് അടുത്തെത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇന്ത്യ വിക്സ് 2 ഇയർ ഹൈയിലാണ് ഇപ്പോൾ ഇന്ത്യ വിക്സ് നിൽക്കുന്നത്. അപ്പോൾ അത് മാറ്റി നിർത്തിയാൽ മറ്റു പ്രതിഭാസങ്ങൾ വലിയ മൂവ്മെൻ്റ് ഒന്നും ഇന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ നിഫ്റ്റിയും സെൻസെക്സും ബാങ്ക് എക്സും ഉള്ള ഒട്ടുമിക്ക ഇൻഡെക്സുകളെല്ലാം തന്നെ റെഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. എസ്പെഷ്യലി ഡിഫൻസ് സെക്ടറിലുള്ള HCL ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉൾപ്പെടെയുള്ള കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റിയിൽ ഡോക്ടർ റെഡ്ഡിയാണ് മികച്ച ഒരു റിസൾട്ടിന് ശേഷം വീണ്ടും ഫർദറായിട്ട് 3% ഒരു ഉയർച്ച ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റുള്ള സ്റ്റോക്കുകളുടെ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ കോൺകോഡ്, PB ഫിൻടെക് അല്ലെങ്കിൽ ടൈംകൻ, ഇനോക്സ് തുടങ്ങിയ കമ്പനീസിൻ്റെ പ്രൊമോട്ടേഴ്സും അതല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസും അവരുടെ നിക്ഷേപങ്ങൾ പിൻവലിച്ചത് കാരണം ഇത്തരം സ്റ്റോക്കുകളിൽ വലിയൊരു റിയാക്ഷനൊക്കെ കണ്ടു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US കൺസ്യൂമർ കോൺഫിഡൻസ് ഡേറ്റ ഇന്ന് വൈകിട്ട് 7:30 PM ഇന്ത്യൻ സമയം വരുന്നുണ്ട്. അതൊരു വലിയൊരു ഇവൻ്റാണ്. അതുപോലെ US GDP ഡേറ്റ, US ജോബ്ലെസ് ക്ലെയിം ഡേറ്റയും വ്യാഴാഴ്ച 6 PM ഇന്ത്യൻ സമയം വരുന്നുണ്ട്. അതും വലിയൊരു ഈവൻ്റാണ്. ഇന്ത്യയുടെയും GDP വരുന്നുണ്ട്. അത് പക്ഷേ വെള്ളിയാഴ്ച നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം 7 മണിക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റ ഈ ഒരു ആഴ്ചയിൽ നമുക്കുള്ള ട്രേഡിങ്ങിനൊന്നും ബാധിക്കുന്നില്ല. ഇൻഷുറൻസ് സ്റ്റോക്കുകളിലും ഇന്ന് ബൈങ് കണ്ടിട്ടുണ്ട്. SBI ലൈഫ്, മാക്സ് ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകളിലും ബൈങ് കണ്ടു. LICയുടെ എല്ലാം തന്നെ ചെയർമാൻ ഒരു പ്രധാന കമൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകൾ, ഈ ന്യൂസിൻ്റെ ഏറ്റവും അവസാനം നമ്മൾ സ്റ്റോക്കുകളുടെ വാർത്തകൾ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ അവിടെ ചർച്ച ചെയ്യാം. ഇനി നമുക്ക് നേരെ ഇന്നത്തെ സ്റ്റോക്കുകളുടെ വാർത്തക്ക് മുമ്പൊക്കെ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ട് നോക്കാം. നല്ലൊരു പ്രൈസ് ആക്ഷൻ കണ്ട ഒരു ദിവസമാണ് നിഫ്റ്റിയുടെ. സൂക്ഷ്മമായിട്ട് നോക്കാൻ ശ്രമിക്കുക. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. ആദ്യം ബോട്ടം ലെഫ്റ്റ് കോർണറിൽ കാണുന്നത് യെസ്റ്റർഡേ ലോ, ഇന്നലത്തെ ലോയായിരുന്നു. 22,875 ഒരു വലിയൊരു സ്പൈക്ക് ഉണ്ടായി, ഒരു ഇന്നലത്തെ ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത് 22,925 ഇന്നത്തെ ഓപ്പണിംഗ് കാണാം. ഒരു ഗ്യാപ്പ് അപ്പിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്തു. 22,975 റേഞ്ചിൽ ഓപ്പൺ ചെയ്തു. ഇന്നത്തെ ആദ്യത്തെ 5 മിനിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ തന്നെയാണ് വീണ്ടും നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഏകദേശം ഒരു 23,000 ആസ്പാസ്. എന്നാൽ മാർക്കറ്റ് കാണാം ഓരോ തവണ റൈസ് ചെയ്യുമ്പോഴും സെല്ലിങ് ശക്തമായിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 5 മിനിറ്റ് ഹൈ ഒരു സെല്ലിംഗ് കണ്ടു, വീണ്ടും ആ ഹൈ എടുത്തു, വീണ്ടും സെല്ലിംഗ് കണ്ടു. 22,888 ലോ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും 22,975 ഹൈ പോയി, വീണ്ടും സെല്ലിംഗ് കണ്ടു. 22,865 ആ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഉള്ളത്. അതായത് നിഫ്റ്റിയുടെ ഓരോ റൈസിലും കനത്ത ഒരു സെല്ലിങ് കണ്ടു. നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 64 പോയിന്റും സെൻസെക്സ് 220 പോയിന്റിൻ്റെയും ബാങ്ക് നിഫ്റ്റി 222 പോയിന്റിൻ്റെയും ഒരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിഫ്റ്റിയിൽ ഡിവിസ് ലാബ്, SBI ലൈഫ്, HDFC ലൈഫ്, ഹീറോ മോട്ടോ കോർപ്പ്, ഗ്രാസിം തുടങ്ങിയ കമ്പനീസ് 2 മുതൽ 3% വരെയുള്ള റാലി രേഖപ്പെടുത്തിയപ്പോൾ അദാനി പോർട്ട്, പവർ ഗ്രിഡ്, BPCL, കോൾ ഇന്ത്യ, അദാനി എൻ്റർപ്രൈസസ് തുടങ്ങിയ കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലെ ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ 68,419, ഗോൾഡ് 2,343 പെർ ഔൺസ്, ബ്രന്റ് ഓയിൽ $83 പെർ ബാരൽ. ഓസ്ട്രേലിയ റെഡിലടച്ചു, ചൈന റെഡിലടച്ചു, കൊറിയ റെഡിലടച്ചു, ജപ്പാൻ റെഡിലടച്ചു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഇന്ത്യ വിക്സ് കാണാം 4% ഒരു സ്പൈക്ക്. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് പോസിറ്റീവാണ്. എന്നാൽ CAC 40 FTSE അതായത് ഫ്രാൻസും UK റെഡിലാണ്. അതായത് എൻറ്റയർ ഗ്ലോബൽ മാർക്കറ്റ് സ്ലൈറ്റ്ലി ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് ഉള്ളത്. ഇനിയിപ്പോൾ നമുക്കുള്ളത് നാളെ എക്സ്പയറി ഉള്ള ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ആ ഡോട്ടഡ് ലൈൻ കാണാം, നടക്ക് 49,142 ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. ഇമ്മീഡിയറ്റ് സപ്പോർട്ട് 49,000 48,500 അടുത്ത സപ്പോർട്ട് ഉണ്ട്. പക്ഷേ PCR ഏറ്റവും ടോപ്പിൽ കാണാം 0.80 സ്ലൈറ്റ്ലി ബെയറിഷ് ആണ്. അതുകൊണ്ട് തന്നെ 49,500 49,900 എല്ലാം തന്നെ ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലുണ്ട്. 50,000 മേജർ ബാങ്ക് നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് സോൺ ഉള്ളത്. ഏറ്റവും വലിയ ഒരു ബാറ് കാണാം, അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു
ഹയർ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള കോൾ സെയിലിലുള്ളത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സ് കൊച്ചിയിൽ നമ്മുടെ ഓഫീസിൽ ഇരുന്ന് നമ്മളോടൊപ്പം ഇരുന്ന് പഠിക്കാനും ഓഫ്ലൈനായിട്ട്, അതല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഈ 2 കോഴ്സുകളും ഉണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മൾ കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. LIC രാജ്യത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് മേഖലയിലുള്ള വിപണി പങ്കാളിത്തം 60% ഉള്ള കമ്പനിയാണ്. LICയുടെ ഭാഗത്തു നിന്ന് ഇവരുടെ ചെയർമാൻ സിദ്ധാർത്ഥ് മൊഹന്തി ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം LIC സ്റ്റിൽ ഇതൊരു അണ്ടർ വാല്യൂ ആയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതായത് LIC എല്ലാം തന്നെ IPO പ്രൈസ് ഉണ്ടായിരുന്നു. IPO പ്രൈസിൽ നിന്ന് എത്രയോ താഴേക്ക് പോയതായിരുന്നു. അതിനുശേഷം തിരികെ എത്തി. LICയുടെ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ട് LIC സ്റ്റിൽ മുകളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതകളുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഇനോക്സ് വിൻഡ് കമ്പനി നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഡിസ്കൗണ്ട് പ്രൈസിൽ സ്റ്റേക്കുകൾ ഒഴിച്ചത് കാരണം സ്റ്റോക്ക് ഇന്ന് 9% ഫോള്. വിപ്രോ IT കമ്പനിയാണ്. അടുത്തിടെ വിപ്രോ സെൻസെക്സിൽ നിന്നൊക്കെ പുറത്തു പോയി ഫോൾ ആയിട്ടുണ്ടായിരുന്നു. എന്നാൽ വിപ്രോനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത് സെൻറ്റർ ഫോർ ബ്രെയിൻ റിസർച്ച് അസോസിയേഷനായിട്ട് ഇവർ ഹെൽത്ത് ബിഹേവിയർ സൊല്യൂഷൻ പുതിയ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനായിട്ട് കമ്പനി ധാരണയായി എന്നുള്ളതാണ്. VE ടെക് വബാക്ക് കമ്പനി 85 കോടി രൂപയുടെ ഓർഡർ ഒമാനിൽ നിന്ന് ഇവർക്ക് ലഭിച്ചു. മാർക്കൻസ് ഫാർമ കമ്പനി ഇവർ UK നിന്ന് എപ്പിലെപ്സി, അതായത് അപസ്മാരം ചികിത്സിക്കാനായിട്ടുള്ളൊരു പുതിയ മെഡിസിന് UK അവിടുത്തെ ഫാർമ അതോറിറ്റി, ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഉദ്യോഗസ്ഥർ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. ജയകുമാർ ഇൻഫ്ര കമ്പനി 73 നിന്ന് 100 കോടി രൂപയിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ഉയർത്തി. ഇമാജിക്ക വേൾഡ് കമ്പനി 159 കോടി രൂപയിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് 4 കോടി രൂപയിലേക്ക് ഫോളായി. ഇത് വണ്ടർല പോലെയുള്ള അമ്യൂസ്മെൻറ്റ് പാർക്ക് റൺ ചെയ്യുന്ന കമ്പനിയാണ്. 3M ഇന്ത്യ കമ്പനി നെറ്റ് പ്രോഫിറ്റ് ഇവർ 136 നിന്ന് 173 ശക്തമായിട്ട് സ്പൈക്ക് ചെയ്തു. കൂടാതെ തന്നെ കമ്പനി 160 രൂപയും 525 രൂപയും 2 സ്പെഷ്യൽ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട്. റൈറ്റ്സ് കമ്പനി 139 നിന്ന് 137 കോടി രൂപ ഇത്തവണ പ്രോഫിറ്റ് ഫ്ലാറ്റാണ്. യൂണിപാർട്സ് ഇന്ത്യ കമ്പനി 45 നിന്ന് 28 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. ഷാൽബി കമ്പനി 13 നിന്ന് 16 സ്ലൈറ്റ്ലി പ്രോഫിറ്റ് ഉയർത്തി. രാംകോ ഇൻഡസ്ട്രീസ് 58 നിന്ന് 44 പ്രോഫിറ്റ് കുറഞ്ഞു. ഹിൻഡ് റെക്ടിഫയേഴ്സ് കമ്പനി 2 കോടി രൂപ ലോസിൽ നിന്ന് 5 കോടി രൂപ പ്രോഫിറ്റ് ഉയർത്തിയിട്ടുണ്ട്. ഡ്രീം ഫോക്സ് കമ്പനി 25 നിന്ന് 18 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ചെറിയ രീതിയിൽ കുറഞ്ഞു. TTK പ്രസ്റ്റീജ് കമ്പനി 58 കോടി രൂപ, ഈ തവണ 57 കോടി രൂപ ഫ്ലാറ്റ് പ്രോഫിറ്റ്. കമ്പനി 6 രൂപ പ്രോഫിറ്റ് പ്രഖ്യാപിച്ചു, ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. TCS കമ്പനി ബോംബെയിൽ ഉള്ള IIT ആയിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം ഡയമണ്ട് മൈക്രോചിപ്പ് കമ്പനി പുറത്ത് ഇറക്കുന്നുണ്ടെന്നുള്ള ന്യൂസ്. മാൻ ഇൻഡസ്ട്രീസ് കമ്പനി 29 നിന്ന് 24 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, bismate.com. അതിലൊരു ട്രേഡിംഗ് ഡിവിഷൻ ഉണ്ട്, ട്രേഡ് ബഡ്ഡി. അപ്പോൾ അതിൽ ഈ FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള ആക്ടിവിറ്റീസ്, FISൻ്റെ ക്യാഷ് മാർക്കറ്റിലുള്ള ആക്ടിവിറ്റീസ്, ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, IPO ഡീറ്റെയിൽസ്, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം ഫ്രീ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ന്യൂസ് ഷെയർ ചെയ്യുന്ന ടെലഗ്രാം ലിങ്കിൻ്റെ ചാനലിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അപ്സ്റ്റോക്ക് ഇപ്പോൾ സ്റ്റോക്കുകളൊക്കെ പ്ലഡ്ജ് ചെയ്തിട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിലെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. അപ്പോൾ അവരുടെയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ 7 പ്രീ മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു.